ഭാഗത്തിൽ നമ്മൾ കൂട്ടി ക്യാൻസർ സെന്ററിന്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് അതിലൊരു മാർഗനിർദ്ദേശം നൽകിയിട്ട് നമുക്ക് ഈ വ്യവസായ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി രാജീവ്, ബഹുമാന്യരായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും, ജനകീയ പ്രസ്ഥാനങ്ങളിലെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കൊച്ചിൻ ക്യാൻസർ സെന്റർ 450 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ട് എംഎൽഎമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദീർഘകാലത്തെ ഒരു ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരമാണ് കൊച്ചി ക്യാൻസർ സെന്റർ ഇവിടെ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനകീയ മുന്നേറ്റം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നിർബന്ധമായും ഓർത്തിരിക്കേണ്ട ചില ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മളോടൊപ്പമില്ല. ജസ്റ്റിസ് വി.ആർ. കൃഷ്ണസ്വാമി, സാനുമാഷ്, ശ്രീ ഡോക്ടർ കെ.ആർ. വിശ്വംഭരൻ, ഡോക്ടർ സനൽകുമാർ, ഇവരെല്ലാം ക്യാൻസർ ഹോസ്പിറ്റൽ വേണമെന്നുള്ള സമരത്തിന് നേതൃത്വം നൽകിയവരാണ്. ഒപ്പം തന്നെ ഡോക്ടർ സി.കെ. രാമചന്ദ്രൻ, ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തിയ വലിയ പ്രവർത്തനങ്ങൾ, അതിന്റെ തുടർച്ചയിൽ ക്യാൻസർ സെന്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങളിലേക്ക് പോകും. ഒറ്റ കാര്യം ഞാൻ പറയാം, ഈ ബജറ്റിന്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നില്ല. കാരണം നിയമസഭയിലെ ബഹളങ്ങളാണെന്ന് മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു ബജറ്റായിരുന്നു നമ്മുടെ ഒരു ഭാഗത്ത് മാത്രമാണ്. എന്നാൽ അത് വളരെ ഗവൺമെന്റിന്റെ പക്ഷം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു നിർദ്ദേശം ലോകത്താദ്യമായിട്ടായിരിക്കും. പക്ഷെ കേസ് കാരണം കുറച്ച് സംഭവിച്ചു. 2021 ഓഗസ്റ്റ് മുതൽ വീണ്ടും പ്രവർത്തനങ്ങൾ എത്തി. ബഹുമാനായ ആരോഗ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം എല്ലാ മാസവും, ആദ്യത്തെ 6 മാസം, എല്ലാ മാസവും ഇത് എല്ലാവരുടെയും മുൻകൂട്ടി നാടിന് സമർപ്പിച്ചതായി ആദ്യമായി അറിയിച്ചു. കൊച്ചിൻ ക്യാൻസർ സെന്റർ തന്നെ ഈ യാഥാർത്ഥ്യമായത് എങ്ങനെയെന്നുള്ളത് വിശദമാക്കുന്നുണ്ട്. കിഫ്ബിയാണ്